സോ നമ്മൾ ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയി കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടൊന്ന് വരാം കേട്ടോ. ആൻഡ് ആരെങ്കിലും ഇനിയും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഓടിപ്പോയി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആംഗിൾസ് എങ്ങനെയാണ് മെഷർ ചെയ്യുക, ആംഗിൾസ് എങ്ങനെയാണ് വരയ്ക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് അറിയോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കിളിനെ കുറിച്ചിട്ടാണ്. സർക്കിൾ ഡിവിഷൻ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ് പഠിക്കാൻ പോകുന്നത്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മിസ്സിന്റെ കയ്യിൽ എന്തുണ്ട്? രണ്ട് പ്രൊട്രാക്ടർ ഉണ്ട്. നമ്മൾ പ്രൊക്കു എന്നാണ് അല്ലെ വിളിക്കല്. ഇങ്ങനത്തെ രണ്ട് പ്രൊക്കുണ്ട് നമ്മുടെ കയ്യിൽ, രണ്ട് പ്രൊക്കുണ്ട്. ഞാൻ എന്ത് ചെയ്തു? ഒന്നിനെ നേരെ അങ്ങോട്ട് വെച്ചു, ഒന്നിനെ എന്ത് ചെയ്തു? ഇങ്ങനെ തിരിച്ചും വെച്ചു. നോക്ക്, ഒന്നിനെ എന്ത് ചെയ്തു? ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് വെച്ചു. ഒന്നും നോക്കിയില്ല, തിരിച്ചങ്ങോട്ട് വെച്ചതാ ഞാൻ. അവിടെ തിരിച്ചിട്ട് ഒരു ശരിയാവുന്നില്ലല്ലോ ഞാൻ ഇത്. ഓക്കെ, തിരിച്ചും വെച്ചു. തിരിച്ചും വെച്ചപ്പോൾ ഇവിടെ എന്താടാ ഉണ്ടായത്? ഇവിടെ എന്താ ഉണ്ടായത്? ഒരു വലിയ സർക്കിൾ ഉണ്ടായി അല്ലേ? സർക്കിൾ ഉണ്ടായി. അപ്പൊ രണ്ട് പ്രൊക്കുവിനെ തിരിച്ചും മറിച്ചും വെച്ചാൽ, രണ്ട് പ്രൊക്കു ചേർത്ത് വെച്ചാൽ എന്തുണ്ടാവും? ഒരു സർക്കിൾ ഉണ്ടാവും അല്ലെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ദാ ഇവിടെ നോക്ക്, ഈ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനെന്താ പറയാ? സെന്റർ അല്ലെങ്കിൽ കേന്ദ്രം എന്നാണ് അല്ലെ പറയാ. ഈ സർക്കിളിന്റെ നടുവിലുള്ള ആ പോയിന്റ് ആണ് എന്ത്? സെന്റർ അല്ലെങ്കിൽ കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സെന്ററിൽ നിന്നും നമ്മൾ സർക്കിളിലേക്ക് എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈൻ എന്താ പറയാ? റേഡിയസ് അല്ലെങ്കിൽ ആരം എന്നാ പറയാ. ഇതൊക്കെ മക്കൾക്ക് അറിയുന്നല്ലേ? റേഡിയസും ആരവും സെന്ററും ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാ. ഇനി മക്കൾ പറഞ്ഞേ, നോക്ക്, ഈ ഒരു പ്രൊട്രാക്ടർ, ഒരു പ്രൊക്കൂന് എത്രയായിരിക്കും ആകെ ആംഗിൾ എന്ന് പറയുന്നത്? ഒരു പ്രൊക്കൂന്റെ ആകെയുള്ള ആംഗിൾ എത്രയാടാ? നോക്ക്, 0, 1, 2, 3, 4, 5, 6, 0, 10, 20, 30 അങ്ങനെ പോയിട്ട് 180 ഡിഗ്രി വരെ ഉണ്ട് അല്ലേ? ഇത് 180 ഡിഗ്രി വരെ ഉണ്ട് ഈ ആംഗിൾ അല്ലെ. 180 ഡിഗ്രി വരെ ഉണ്ട് ഇതിന്റെ ആംഗിൾ. ഈ പ്രൊക്കുൻ്റെതോ 180 ഡിഗ്രി വരെ ഉണ്ട് അല്ലെ. 180 ഡിഗ്രി വരെ ഉണ്ട്. അതായത് എന്താണ് ഇത്? മൊത്തത്തിൽ എത്ര ഉണ്ടടാ? 180 + 180 ദാറ്റ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി ഉണ്ട് അല്ലേ. അതായത് നമ്മൾ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങനെ കുറേ ആംഗിളുകൾ വരയ്ക്കുക. ഇതുപോലെ കുറേ റേഡിയസ് വരച്ചാൽ അവിടെ കുറേ ആംഗിളുകൾ ഉണ്ടാവും അല്ലെ. ഇതും ഒക്കെ കൂടി ഉണ്ടാവും. ഇത് മൊത്തത്തിൽ കൂട്ടിയാൽ എത്ര കിട്ടുക? ഇത് മൊത്തത്തിൽ കൂട്ടിയാൽ 360 ഡിഗ്രിയാ കിട്ടുക. സിമ്പിൾ, പഠിച്ചില്ലേ? 360 ഡിഗ്രിയാ കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറേ 10 ഡിഗ്രി എന്നായിട്ട് മുറിക്കുന്നു. അതായത് എന്ത് ചെയ്യാണ്? 10 ഡിഗ്രി ആയിട്ട് മുറിക്കുകയാണെ. ഇങ്ങനെ 10 ഡിഗ്രി ആയിട്ട് ഇങ്ങനെ മുറിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കുക, ഇവിടെ എത്ര പാർട്ടീഷൻ ഉണ്ടാവും? എത്ര ഭാഗങ്ങൾ ഉണ്ടാവും? 10 ഡിഗ്രി ആയിട്ടാണ് മുറിക്കുന്നത്. 1, 2, 3 അങ്ങനെ കുറേ 10 ഡിഗ്രി ഉള്ള ആംഗിൾസ് ഉണ്ടാവും അല്ലെ. എത്ര ആംഗിൾസ് ഉണ്ടാവും? നമുക്ക് എങ്ങനെയാ കാണുക? 360 ആണ് ആകെ ആംഗിൾ. അതിനെന്ത് ചെയ്യുന്നു? 10 ഡിഗ്രിയുള്ള കുറേ കുഞ്ഞു കഷ്ണങ്ങളാക്കുന്നു. അതായത് എത്ര എണ്ണം ഉണ്ടാവും? 36 അല്ലെ. 36 പാർട്ടുകൾ ഉണ്ടാവും അല്ലെ. 36 പാർട്ടുകൾ ഉണ്ടാവും. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? 60 ഡിഗ്രി ഇല്ലേ കുറേ പാർട്ടുകളായിട്ട് മാറ്റാൻ പോവാ. 60 ഡിഗ്രിയുള്ള ഭാഗങ്ങളായിട്ട് മാറ്റാൻ പോവാണ് ഞാൻ എൻ്റെ സർക്കിളിനെ. എങ്ങനെയായിരിക്കും 60 ഡിഗ്രിയുള്ള പാർട്ടുകളാക്കി മാറ്റിയാൽ അവിടെ എത്ര പാർട്ട് ഉണ്ടാവും? അവിടെ എത്ര ഭാഗങ്ങൾ ഉണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ 360നെ 60 ഡിഗ്രിയുള്ള ഭാഗങ്ങളാക്കുക. അപ്പൊ എത്ര ഭാഗങ്ങളാ? 360നെ 60 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര ഭാഗങ്ങൾ ഉണ്ടാവും? ഇവിടെ 6 ഭാഗങ്ങൾ ഉണ്ടാവും. നമ്മളൊന്ന് വരച്ചു നോക്കിയാലോ? അത് വരച്ചു നോക്കാം. നോക്ക്, ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, സെന്റർ ഞാൻ അടയാളപ്പെടുത്തു. അതിൽ നിന്നുള്ള റേഡിയസും ഞാൻ ചെറുതായിട്ട് വരച്ചു. ഓക്കെ, ഞാൻ എന്തൊക്കെ വരച്ചത്? ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളിൽ നിന്ന് എന്താ വരച്ചത്? സെന്റർ അടയാളപ്പെടുത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അവിടുത്തെ റേഡിയസും വരച്ചു. പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. സെന്ററും വരച്ചു, റേഡിയസും വരച്ചു. ഇനിയാണ് 60 ഡിഗ്രി വരയ്ക്കാൻ പോകുന്നത്. നോക്കിയേ, നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊട്രാക്ടർ എടുക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതിന്റെ ഈ സെന്റർ ഭാഗമല്ലേ, അത് നമ്മളുടെ സർക്കിളിന്റെ സെന്ററിൽ കൊണ്ടുപോയി വെക്കുക. ഓക്കെ, സർക്കിളിന്റെ സെന്ററിൽ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് താഴത്തെ ലൈന് നമ്മൾ വരച്ച ആ ഒരു റേഡിയസ് ഇല്ലേ, അതിന്റെ മുകളിലും വെക്കുക. എന്നിട്ട് 0 മുതൽ തുടങ്ങി വെക്കുക. 0 മുതൽ തുടങ്ങി 0, 10, 20, 30, 40, 50, 60. അതായത് 60 എന്ന് പറഞ്ഞാൽ ഇതുവരെയാ. അപ്പൊ ഇതുവരെയുള്ള എന്ത് വരയ്ക്കുക? ഒരൊറ്റ റേഡിയസ് അങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഇതുവരെയുള്ള റേഡിയസ് വരച്ചു കൊടുക്കുക. ഓക്കെ, റേഡിയസ് വരച്ചു. ഇനി നമുക്ക് വേണ്ടാത്ത ഭാഗം നിങ്ങൾ എന്ത് ചെയ്തോ? അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ വേണ്ടാത്ത ഭാഗം എന്ത് ചെയ്തു? അത് ഒഴിവാക്കി കളഞ്ഞു. ഓക്കെ, സിമ്പിൾ.
ഇനി ഇനിയും 60 ഡിഗ്രി വരയ്ക്കണം. എങ്ങനെയാ വരയ്ക്കുക? സെന്ററിൽ തന്നെ വെക്കുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പുതിയതായിട്ട് വരച്ച റേഡിയസ് ഇല്ലേ, അതിന്റെ മുകളിൽ നമ്മളുടെ താഴെയുള്ള ലൈൻ വെക്കുന്നു. ഇനി ഇങ്ങനെ നോക്കിയാൽ 0, 10, 20, 30, 40, 50, 60 എത്ര വരെയാണ്? ഇവിടെ വരെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടേക്ക് എന്ത് ചെയ്യുന്നു? നിങ്ങൾ സ്കെയിൽ വെച്ച് വരയ്ക്കുക കേട്ടോ. സ്കെയിൽ വെച്ചിട്ട് ഇത് അങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടാത്ത ഭാഗം എന്ത് ചെയ്യുന്നു? നമ്മൾ കട്ട് ചെയ്യുന്നു. വേണ്ടാത്ത ഭാഗം നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് വരച്ചു നോക്ക്. അടുത്ത് ഇതുപോലെ സെന്ററിൽ കൊണ്ടുപോയി വെക്കുന്നു. എന്താ വെക്കുന്നത്? പുതിയ റേഡിയസിൽ നമ്മളുടെ താഴത്തെ ലൈന് വരുന്ന രീതിയിൽ വെക്കുന്നു. എന്നിട്ട് എന്താണ്? 0, 10, 20, 40, 50, 60 ഇവിടെ വരെ. അപ്പൊ ഇവിടേക്കുള്ള എന്ത് ചെയ്യുന്നു? ഒരു ലൈന് ഞാൻ അങ്ങോട്ട് വരയ്ക്കുന്നു. ഓക്കെ, ഒരു ലൈന് ഞാൻ അങ്ങോട്ട് വരയ്ക്കുന്നു. ഇനി അടുത്തതും എന്ത് ചെയ്യുന്നു? നമ്മളുടെ പ്രൊക്കൂനെ കൊണ്ടുവരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? താഴെ പുതിയ വരച്ചതിൽ എന്ത് ചെയ്യണം? നമ്മളുടെ താഴത്തെ ലൈന് വെക്കുന്നു. 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ വരെ അല്ലെ, ഇവിടെ വരെ, ഇവിടെ വരെ. അപ്പൊ ഇവിടേക്ക് എന്ത് ചെയ്യുക? ഞാൻ ഇങ്ങനെ ഒരു ലൈൻസ് അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻസ് വരച്ചു. ഇനി അടുത്ത് നോക്ക്, നമ്മളുടെ സെന്ററിൽ വെക്കുന്നു. പുതിയതായിട്ട് വരച്ചിട്ടുള്ള എന്തിൽ വെക്കുന്നു? നമ്മളുടെ റേഡിയസിൽ വെക്കുന്നു. 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് ലൈൻസ് അങ്ങോട്ട് വരയ്ക്കുന്നു. ഓക്കെ, ഇതാണ് 6 പാർട്ടിലെ നമുക്ക് 1, 2, 3, 4, 5, 6 പാർട്ടായി. ഓക്കെ, 6 പാർട്ടായി. സിമ്പിൾ അല്ലേ കാര്യം? സിമ്പിൾ അല്ലേ? ഇനി നോക്കിയാൽ ഇങ്ങനെ 6 പാർട്ടായിട്ട് നമ്മൾ വരച്ചു അല്ലേ. ഇനി ഞാൻ പറയാണ് 60 ഡിഗ്രി തന്നിട്ട് എത്ര പാർട്ട് ഉണ്ടാവും എന്നായിരുന്നു മിസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. 60 ഡിഗ്രി വെച്ച് വരയ്ക്കുകയാണെങ്കിൽ എത്ര ഭാഗങ്ങൾ ഉണ്ടാവുന്നായിരുന്നു നിങ്ങളോട് ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ ചോദിക്കുകയാണ്, നോക്ക്, എനിക്ക് എന്ത് ചെയ്യണം? 5 പാർട്ടാക്കണം. ഒരു സർക്കിളിനെ 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഒരു സർക്കിളിനെ 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ഒരു പാർട്ട് എത്ര ഡിഗ്രി ആയിരിക്കും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? 5 പാർട്ടായിട്ട് നമ്മളൊരു സർക്കിൾ, ഞാൻ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ആ സർക്കിളിന് എന്ത് ചെയ്യാണ്? 5 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഒരു ഭാഗത്തിന്റെ കോൺ എത്രയാന്ന് നിങ്ങൾക്ക് പറയാനാവോ? നമുക്കാവൂലേ? തുല്യമായിട്ടുള്ള 5 ഭാഗങ്ങളാക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 360നെ 5 ഭാഗങ്ങളാക്കണം. 36 എത്ര ഉണ്ട്? 7 5 ദെൻ 10 എത്ര എണ്ണം ഉണ്ടാവും? 2, 72 ഡിഗ്രി ആയിരിക്കും. 360നെ 5 കൊണ്ട് മക്കൾ നല്ലോണം ഹരിച്ചു നോക്കുക. എത്ര കിട്ടും? 72 ഡിഗ്രി കിട്ടും അല്ലെ. 72 ഡിഗ്രി ആയിരിക്കും ഒരു ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒന്ന് വരച്ചു നോക്കിയാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് വരച്ചു നോക്ക്. നമ്മൾ എന്ത് ചെയ്യും? വെറുതെ ഒരു സർക്കിൾ, അങ്ങനെ റേഡിയസിന് ഒരു പ്രത്യേകതയില്ല, വെറുതെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. സെന്റർ അടയാളപ്പെടുത്തുന്നു, റേഡിയസ് അടയാളപ്പെടുത്തുന്നു. ഇനി എന്താ ചെയ്യുക? നമ്മളുടെ പ്രൊക്കൂനെ കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ സെന്ററിൽ വെക്കുന്നു. 72 ഡിഗ്രിയാ. അപ്പൊ 0, 10, 20, 70 കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വര. 70 കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വര എന്ന് പറയുമ്പോൾ 71, 72 ഇവിടെ വരെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടേക്ക് കറക്റ്റ് ലൈൻസ് വരയ്ക്കും അല്ലെ. ഇനി എന്താ ചെയ്യുക? ഇവിടെ സെന്ററിൽ വെക്കുന്നു, പുതിയ റേഡിയസിൽ കൊണ്ടുപോയി വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 72 ഡിഗ്രി എവിടാണ്? ഇവിടാണ് വരുന്നത്. അപ്പൊ ഞാൻ ഇവിടേക്ക് എന്ത് ചെയ്യുന്നു? വരയ്ക്കുന്നു. അങ്ങനെ വരച്ച 5 പാർട്ടുകൾ കിട്ടും. നിങ്ങളൊന്ന് വരച്ചു നോക്ക്. ഇതാണ് നിങ്ങൾക്കുള്ള ഹോംവർക്ക്. ഓക്കെ, ഇത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? വരച്ചൊന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്ര മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. കുറേ പറയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് ആകെ ഇതിനെ ചുരുക്കി കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് പറയാനുള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിലായിട്ട് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യൂ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ കാത്തിരിക്കുക. മിസ് ഓരോ ദിവസമായിട്ട് ഓരോ വീഡിയോസും നിങ്ങൾക്ക് തരും. അപ്പൊ എന്ത് ചെയ്യുക? ഓരോ വീഡിയോസും കറക്റ്റ് കണ്ടുപോകുക. കുറേ തിയറീസ് ഒന്നും പഠിച്ചിട്ട് നമുക്ക് ഒരു കാര്യമില്ല. നമുക്ക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടണം. എന്ത് വേണം? നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും അടിപൊളിയായിട്ട് മക്കൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ അടിപൊളി ഉഷാറായിട്ടുള്ള മാർക്ക് നമുക്ക് കിട്ടും കേട്ടോ. ഫുൾ മാർക്ക് തന്നെ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക? ഉഷാറായിട്ട് പഠിക്കുക. ആൻഡ് നമ്മളുടെ ഫ്രണ്ട്സിനൊക്കെ, എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം തന്നെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ ബൈ.